على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ ബഹുമാനമുള്ള നേതാക്കന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, കർമ്മധീരരായ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, ഇന്ന് രാവിലെ തുടങ്ങി അതിൻ്റെ സമാപനത്തിലേക്ക്, അവസാനത്തിലേക്ക് കടന്നിരിക്കുന്ന സമയവും സന്ദർഭവുമായിരിക്കെ ഇനിയും വളരെ സുന്ദരമായ ഒരു പരിപാടി ഇവിടെ നടക്കാനിരിക്കെ ദീർഘിച്ച് സംസാരിക്കുന്നത് അനുചിതവും അനവസരവുമായി തീരും എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ നവോത്ഥാന നായകന്മാർ, മുജദ്ദിദുകൾ, ഒന്നോ ഒന്നിലധികമോ ഉണ്ടായിത്തീരുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അതിനൊരു കാരണം, നവോത്ഥാന നായകന്മാർ ഉണ്ടാകുന്നത് കാലത്തിനനുസരിച്ച് കാലത്തിൻ്റെ അപജയങ്ങളും കാലത്തിൻ്റെ അബദ്ധങ്ങളും കാലത്തിലൂടെ കൈമാറി വന്ന ദോഷങ്ങളുമെല്ലാം മായ്ച്ചു കളയാനും നല്ല ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള ധീരമായ കാൽവെപ്പുകളാണ് ഓരോ നവോത്ഥാന നായകന്മാരും ഈ ലോകത്തിന് നൽകിപ്പോന്നത്. വഴിവിളക്കുകൾ എന്ന് പറയും അവരെക്കുറിച്ച്. അതിനെക്കുറിച്ച് രാവിലെ മുതൽ ഈ സമയം വരെ സവിസ്തരം പ്രമുഖരായ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പ്രസംഗകന്മാരും സംസാരിക്കുകയായിരുന്നു. ഇതിനോട് അനുബന്ധമായി അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയില്ല, പറയേണ്ടതുമില്ല എന്നതുകൊണ്ട് ഞാൻ വേറെ ഒരു ചരിത്രമാണ് നിങ്ങളോട് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാം ആദിമ മനുഷ്യനാണ്. ആ ആദം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായി. അതൊരു ചെറിയ സമൂഹമായി വളർന്നു. ആ സമൂഹത്തിന് വഴികാട്ടിയും ആ സമൂഹത്തിന് ഇമാമുമായി ആദം നബി അലൈഹിസ്സലാം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിയുടെ മക്കളായി ഈ ലോകത്തുണ്ടായിരുന്നത്, പ്രവാചകന്റെ മക്കളായി ഈ ലോകത്തുണ്ടായിരുന്നത് നല്ലവരായ ആളുകൾ മാത്രമായിരുന്നു. അങ്ങനെ ഈ നല്ല ആളുകളിലേക്ക് ആദം നബി അലൈഹിസ്സലാമിയുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാമിയുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഇബ്ലീസ് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ചെന്നു. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായയിൽ പറഞ്ഞ ആ ചരിത്രത്തെ വളരെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ലവരായ ഒരുപാട് ആളുകൾ ആദം നബി അലൈഹിസ്സലാമിയുടെ മക്കളിലുണ്ടായി. അവരുടെ പേരാണ് നമ്മൾ കേൾക്കുന്ന വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഇതിനൊക്കെ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഈ വദ്ദും സുവാവും യഊഖും നസ്റുമെല്ലാം നല്ലവരായിരുന്നു. ഈ നല്ല ആളുകൾ, ആദം നബി അലൈഹിസ്സലാമിയുടെ മക്കളുടെ മക്കളായ ഈ നല്ല ആളുകൾ ഈ ലോകത്ത് നിന്ന് സാധാരണ ആളുകളെ പോലെ മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയ സന്ദർഭത്തിൽ അടുത്ത ഇവരുടെ പേരക്കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത തലമുറ വരുന്നു. ഈ തലമുറയോട് ഇബ്ലീസ് ഗുണകാംക്ഷിയെ പോലെ, ഇബ്ലീസ് ഒരു സമൂഹ നന്മയെ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെ ഇവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തത്,
ഈ വദ്ദും സുവാവും യഊഖും നസ്റുമെല്ലാം നല്ലവരായി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഇവർ ആളുകളുടെ മനസ്സിൽ നിന്ന് വിസ്മൃതമാവുകയും ആളുകളുടെ മനസ്സിൽ നിന്ന് ഓടിയൊളിക്കുകയും ചെയ്യും. കാലം ഇവരുടെ കാൽപ്പാടുകളെല്ലാം മായ്ച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ ആളുകളുടെ രേഖാചിത്രങ്ങൾ നിങ്ങൾ ചുമരുകളിലും തോലുകളിലും മരത്തിലുമെല്ലാം അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി കൊത്തിവെക്കണം. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേരക്കുട്ടികളുടെ ചിത്രം വരച്ചു വെക്കണം എന്നത് തോന്നിപ്പിക്കുന്ന ഈ ധാരണ ഒരു വലിയ തെറ്റായി ആ ആളുകൾക്ക് തോന്നിയില്ലല്ലോ. അവര് വദ്ദിന്റേതടക്കമുള്ള ഈ മഹാത്മാക്കളുടെ ചിത്രങ്ങൾ ചുമരുകളിലും അവരുടെ വീടുകളിലും തോലുകളിലുമെല്ലാം അവര് വരച്ചു വെക്കുകയും അത് അങ്ങനെ ആ തലമുറ കണ്ട് ആത്മനിർവൃതി അടയുകയും ചെയ്തു. മറ്റൊരബദ്ധവും അവരിൽ നിന്നുണ്ടായിട്ടില്ല. ആ തലമുറ മരിച്ചുപോയി. അടുത്ത തലമുറ വന്നു. ആ തലമുറയുടെ മുമ്പിൽ ഇബ്ലീസ് വെക്കുന്നത്, ഇബ്ലീസ് കാണിച്ചു കൊടുക്കുന്നത്, ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത് ഈ കാണുന്ന ചിത്രങ്ങൾ മാഞ്ഞു പോകും. കാലം മായ്ക്കാത്ത ഒരു ചിത്രവും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ഈ ചിത്രങ്ങളുടെ രൂപത്തിൽ അതേ ആകൃതിയിൽ അവയുടെ രൂപങ്ങൾ കൊത്തിവെക്കണം. ആ രൂപങ്ങൾ എന്നും എല്ലാ കാലങ്ങളിലും ശാശ്വതമായി ലോകത്തിൽ ഉണ്ടാവും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും. നിങ്ങൾ മറക്കാതെ അവ നിലനിർത്തുകയും വേണം. ആ തലമുറ ആ ചിത്രങ്ങളുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ അവരുടേതായ രൂപത്തിൽ മരങ്ങളിലും കല്ലുകളിലും വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തു. ആരാധനയില്ല, പൂജകളില്ല, വഴിപാടുകളില്ല, പ്രാർത്ഥനകളില്ല. ഒരു നല്ല മനസ്സിന്റെ ഉദ്ദേശം പോലെ, നല്ല മനസ്സുകളോട്, നല്ല മനുഷ്യരോട് തോന്നുന്ന ഒരു സ്നേഹം പോലെ ഈ ആളുകളുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഈ വിഗ്രഹങ്ങൾ ഉണ്ടായി. ഇവിടെയും ആരാധന നടന്നില്ല. അടുത്ത തലമുറ വന്നു. ആ തലമുറയോട് ഇബ്ലീസ് തോന്നിപ്പിക്കുന്നത്, ഈ കാണുന്നവരെ നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാർ അവരാരാധിച്ചിരുന്ന, അവര് പ്രാർത്ഥിച്ചിരുന്ന, അവര് പൂജകളും വഴിപാടുകളും ചെയ്തിരുന്ന ആളുകളാണ്, മഹാത്മാക്കളുടെ വിഗ്രഹങ്ങളാണിത്. അതുകൊണ്ട് നിങ്ങളും ഇവയെ ആരാധിച്ചു തുടങ്ങുക. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായി വിഗ്രഹാരാധനയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ വിഗ്രഹാരാധന ലോകത്തിൽ ഉടലെടുത്തു. പിന്നീട് ഓരോ തലമുറകളിലും ഈ വിഗ്രഹാരാധനയുടെ പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഭേദപ്പെട്ട മറ്റൊരുപാട് രംഗങ്ങളും ഉണ്ടായി. അപ്പോഴെല്ലാം ഈ ഒരവസ്ഥ നിലവിൽ വരുന്നതുവരെ നമ്മൾ മനസ്സിലാക്കണം, ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം പ്രബോധകനായി വന്ന പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. ആ നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നത് എന്തിന് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണിത്. വിഗ്രഹങ്ങളായി, വിഗ്രഹ പൂജകളായി അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു തുടങ്ങുന്ന സമയത്താണ് യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, എന്റെ സമൂഹമേ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, നിങ്ങൾ എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത് എന്ന് ചോദിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പറഞ്ഞയക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളിൽ തെറ്റുകൾ സംഭവിക്കാം, ആളുകളിൽ കുറ്റങ്ങൾ സംഭവിക്കാം. ആദമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നിട്ടുണ്ട്, കൊലപാതകത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രവാചകൻ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് തെറ്റുകൾ, മാനുഷികമായ തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു പ്രവാചകൻ വരാൻ മാത്രം ഗുരുതരമായ തെറ്റ് സംഭവിക്കുന്നത് ആദമിന്റെ മക്കൾക്കാണ്, പേരക്കുട്ടികൾക്കാണ്. ആ തെറ്റാണ് ശിർക്ക്. ആ ശിർക്ക് സംഭവിച്ചപ്പോഴാണ് അല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നൂഹ് നബി വന്നു, 950 വർഷം പ്രബോധനം നടത്തി. ജീവിച്ചത് അതിലേറെ വർഷമാണ്. 950 വർഷം പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായി. അവരുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാവാം, ആളുകൾ ഉണ്ടായി. ഈ ആളുകൾ ഉണ്ടായി എന്നതല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാം ഒരു കാര്യം കൂടെ പടച്ചവനോട് പറഞ്ഞു, ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. പടച്ചവനെ, ഈ അധർമ്മികളെ, ഈ താന്തോന്നികളെ, ഈ ദുഷ്ടന്മാരെ ഇനി നീ ഈ ദുനിയാവിൽ ബാക്കി വെച്ചാൽ ഇവര് താന്തോന്നികളും അധർമ്മികളും തെമ്മാടികളുമായ ആളുകൾക്കാണ് ജന്മം നൽകുക. അതുകൊണ്ട് പടച്ചവനെ, ഇവരെ നശിപ്പിക്കണം, ഇവരെ നീ നശിപ്പിക്കണം. ഭൂമുഖത്ത് നിന്ന് വേരോടെ ഇവരെ നീ പിഴുതെറിയണം. ഇത്
ഇതൊരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. ആ ഉത്തരമാണ് ആദ്യമായി ലോകത്തിൽ ഇങ്ങനെ ഒരു തൂഫാൻ, ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാ ആളുകളും, എല്ലാ വിഗ്രഹങ്ങളും അടക്കം എല്ലാ ആളുകളും മുങ്ങി നശിച്ചു. അന്ന് നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, എന്റെ കപ്പലിൽ കയറുന്ന ആളുകൾക്ക് സുരക്ഷിതത്വമുണ്ട്, എന്റെ കപ്പലിൽ എന്റെ കൂടെ വരുന്ന ആളുകൾക്ക് അഭയമുണ്ട്, അവർക്ക് എന്റെ വിശ്വാസികളായ എന്റെ കൂടെ വന്ന ആളുകളുടെ കൂടെ അവർക്കും കപ്പലിൽ കയറാം. അങ്ങനെ വിശ്വാസികളായ ആളുകൾ കപ്പലിലേറി. ഈ കപ്പലിൽ കയറിയ ആളുകൾ നിങ്ങൾ നോക്കൂ, അവർക്ക് വദ്ദ് ആരാധ്യനല്ല, സുവാഇനെ അവർ പൂജിക്കുന്നവരല്ല, യഹൂസിനെയും യഊഖിനെയും ആരാധിക്കുന്നവരല്ല. ഇവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനെ പോലെ നൂഹ് നബിയുടെ കൂടെ വന്ന വിശ്വാസികൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അങ്ങനെ ഈ കപ്പലിലുള്ള ആളുകൾ ഏകദൈവ വിശ്വാസികളുടെ ഒരു കുടുംബമാണ്. അതാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആരാധ്യന്മാരുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ ഈ കപ്പൽ അറിയപ്പെടുന്നത്. ബാക്കിയെല്ലാ ശിർക്കിന്റെ അടയാളങ്ങളും ഭൂമിയിൽ നശിപ്പിക്കപ്പെട്ടു. ഇനി ലോകത്തിൽ ശിർക്കുണ്ടാവാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല. കാരണം ഭൂമുഖത്ത് നിന്ന് ഈ ശിർക്ക് വിഭാടനം ചെയ്ത് ഭൂമുഖത്തേക്ക് ഈ കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങുന്ന ആളുകൾ ശുദ്ധ ഏകദൈവ വിശ്വാസികളും ഏകദൈവ ആരാധകന്മാരുമായിരുന്നു. അങ്ങനെ ഭൂമിയിൽ ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്തു. ഏകദൈവ വിശ്വാസികൾ വളർന്നു വലുതാകാൻ തുടങ്ങുന്നു. നൂഹ് നബിയുടെ കപ്പലിൽ നിന്നിറങ്ങിയ ആളുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി. അങ്ങനെ ലോകം വീണ്ടും വളരാൻ തുടങ്ങുന്നു. വീണ്ടും ഇവർക്കിടയിലേക്ക് ശിർക്കിന്റെ ചെറിയ ചെറിയ കിളിവാതിലുകൾ തുറന്ന് പല ആളുകളും പല രൂപത്തിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു തുടങ്ങുന്നു. വീണ്ടും പ്രവാചകന്മാർ വരുന്നു. ഇങ്ങനെ പ്രവാചകന്മാർ വരുന്നു, പ്രവാചകന്മാർ പോകുന്നു, ശിർക്കിനെതിരെ സമരം നടക്കുന്നു. അങ്ങനെ വീണ്ടും 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 വന്ന് ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അവരുടേതായ രൂപത്തിൽ തിന്മകളെ എതിർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്നാമത്തെ തിന്മയായ ശിർക്കിനെതിരെ ഘോരമായ സമരം നയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ശിർക്കിന്റെ ചരിത്രം ഇങ്ങനെ തുടർന്നു വരുന്നതിനിടയിൽ തൗഹീദിന്റെ ചരിത്രവും ഇങ്ങനെ തുടർന്നു വരുന്നു. ഈ തൗഹീദിന്റെ ചരിത്രത്തിൽ ചില സംഗതികൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദ് എവിടെയാണോ ഉള്ളത് ആ തൗഹീദ് ഉണ്ടാകാൻ കാരണം, ആ തൗഹീദ് പ്രബോധനം ചെയ്യാൻ കാരണം അവിടെ ശിർക്ക് ഉടലെടുത്തു എന്നതാണ്. നമ്മൾ ഇവിടെ രാവിലെ മുതൽ ഈ സമയം വരെ പരാമർശിക്കപ്പെട്ട പരിഷ്കർത്താക്കളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവര് ഒരു കയ്യിൽ അവർക്ക് ഖുർആൻ ഉണ്ടായിരുന്നു, ഇടം കയ്യിൽ അവർക്ക് പ്രവാചകന്റെ സുന്നത്തുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ആളുകളെ തെളിപ്പെടുത്തുമ്പോ അവർ മുഖ്യമായും ആളുകളോട് പറഞ്ഞിരുന്ന ആശയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതായിരുന്നു. ആ കൂട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയമുണ്ട്, ആ കൂട്ടത്തിൽ അവർക്ക് മതേതരത്വമുണ്ട്, ആ കൂട്ടത്തിൽ അവർക്ക് കാർഷിക സമ്മേളനങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ മനുഷ്യരെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അതൊക്കെ അവരെ നയിക്കുന്നത് ഈ തൗഹീദ് എന്ന അച്ചുതണ്ടിന്റെ ചുറ്റുമാണ് ഈ വിഷയങ്ങളെല്ലാം കറങ്ങുന്നത്. അതിൽ നിന്ന് മുക്തമായ ഒരു രാഷ്ട്രീയം അവർക്കില്ല, അതിൽ നിന്ന് മുക്തമായ ഒരു കാർഷിക വിപ്ലവത്തിന് അവർ നേതൃത്വം കൊടുത്തിട്ടില്ല, അതിൽ നിന്ന് മുക്തമായ ഒരു മതേതരത്വത്തെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല, അതിൽ നിന്ന് മുക്തമായ ഒരു വനിതാ വിമോചനത്തെ കുറിച്ച് അവർ ആളുകൾക്ക് മാർഗം കാണിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ തൗഹീദിന്റെ അച്ചുതണ്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്, കറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് 2-3 പ്രവാചകന്മാരെ പരാമർശിക്കാതെ വയ്യ. കാരണം ഓരോ കാലത്തും ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ പ്രവാചകന്മാർ വന്നത് ആ കാര്യത്തിൽ നിന്ന്, പ്രവാചകന്മാരുടെ കാലശേഷം ആ ആദർശത്തിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ലോകത്തിന്റെ ചരിത്രമായി ഖുർആൻ പറഞ്ഞു തരുന്നു. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ചരിത്ര ഗ്രന്ഥം അത് ഖുർആനാണ്. ഖുർആനോളം സത്യസന്ധമായ ചരിത്രം പറഞ്ഞു തന്ന ഒരു വേദഗ്രന്ഥം വേറെയില്ല, ഒരു ഗ്രന്ഥവുമില്ല. ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നു, ദുൽഖർനൈന്റെ ചരിത്രം പറയുന്നു, നബിമാരുടെ ചരിത്രം പറയുന്നു, കാട്ടുകള്ളന്മാരും ദുഷ്ടന്മാരുമായ സമൂഹങ്ങളുടെ ചരിത്രം പറയുന്നു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധർമ്മികളും ഏറ്റവും കൂടുതൽ ദുഷ്ടത വരുത്തിയതും
ചെയ്യുന്നതുമായ അധർമ്മികളുടെ നേതാക്കന്മാരുടെ ചരിത്രം പറയുന്നു. ഈ ചരിത്രമെല്ലാം ഒരു ചരിത്രം കൂടിയാണ്, ശിർക്കിന്റെ ചരിത്രം കൂടിയാണത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ പ്രവാചകന്മാർ വന്നത് മുഴുവൻ ഈ നേതാക്കന്മാരുടെ മുമ്പിലേക്കാണ്, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ്. ഈ സമൂഹം ഏറ്റവും കൂടുതൽ ആചരിച്ച് വിശ്വാസമർപ്പിച്ചിരുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമ്മൾക്ക് സുപരിചിതമാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അതിലേറ്റവും അഫ്ളലായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വാക്കാണ്. ഇത് നബി തിരുമേനി വേറെ ഒരു രൂപത്തിൽ പറഞ്ഞു, അദ്ഉക്കും ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ് വ അദ്ഉക്കും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു അല്ലാത്ത പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കാണ്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹുവാകുന്ന വലിയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഇത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ നോക്കൂ, 2, 3, 4 നബിമാരെ കുറിച്ച് നമ്മളൊന്ന് പറയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ കൊത്തിയെടുക്കുകയും വിഗ്രഹാരാധനക്കെതിരെ രൂക്ഷമായ സമരം നടത്തുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കാര്യം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഓരോ വീടുകളിലും തീ കത്തിക്കണം. എന്തിനു വേണ്ടിയാണത്? മരണപ്പെട്ടു ചെന്നാൽ ആ അഗ്നിയിലേക്ക് പോകേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരാൻ, നരകത്തെക്കുറിച്ച് പേടിക്കാൻ നിങ്ങൾ വീടുകളിൽ അഗ്നി കത്തിച്ചു വെക്കണം, തീ കത്തിച്ചു വെക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറഞ്ഞു. ആളുകൾ, ഇബ്രാഹിം നബിയുടെ അനുയായികൾ ആ പ്രവർത്തനം ചെയ്തു. അവർ നരകത്തെ ഓർക്കാൻ വീടുകളിൽ അഗ്നി കത്തിച്ചു വെക്കുമായിരുന്നു, തീ കൊളുത്തി വെക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ അനുയായികളുടെ പിൻഗാമികൾ എന്താണ് ചെയ്തത്? ആ അഗ്നിയെ ആരാധിക്കുകയും ആ അഗ്നിയെ പൂജിക്കുകയും അങ്ങനെ അഗ്നി ആരാധനക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജനത ഇങ്ങനെയാണ് നശിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇങ്ങനെയാണ് നശിച്ചു പോകുന്നത്. നമ്മൾ കാണുന്നില്ലേ, ശുദ്ധനായ ഒരു ഏകദൈവ വിശ്വാസിയും ഏകദൈവ ആരാധനയുടെ പടനായകനുമായ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക് തിരിച്ചു നടക്കുന്നത് നമ്മൾ നേർക്കുനേരെ കാണുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം വന്നു. ഈസാ നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞത് നമ്മൾക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കരുത്. സമുദ്രത്തിന് താഴെയും മേലെയുമുള്ള ഒന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കാൻ പാടില്ല. വിഗ്രഹാരാധകനും വ്യഭിചാരിയും നരകത്തിലെ വിറകാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ആ ഈസാ നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനേവരുമല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ യഥാർത്ഥ കർത്താവ്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ കാണാം. 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, പടച്ചവനെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പനയായിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവന്നു. ഈസാ നബി അലൈഹി സ്വലാമിയുടെ ഈ ലോകത്ത് നിന്ന് ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കൊണ്ടുപോയതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികൾ നാൽക്കവലകളിൽ ഈസാ നബി അലൈഹി സ്വലാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചു. കാണുന്ന നാൽക്കവലകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും ഈസാ നബി അലൈഹി സ്വലാമിന്റെയും കന്യാമറിയമിന്റെയും വിഗ്രഹം സ്ഥാപിച്ചു. എന്നിട്ട് തന്നെ കർത്താവേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ ഈസാ നബിയെ കർത്താവേ എന്ന് വിളിക്കുന്ന കോടാനുകോടി ആളുകൾ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പുണ്യപുരുഷൻ ഈസാ നബിയാണ് എന്ന് പറയുന്നതോടൊപ്പം ആ ഈസാ നബി പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നടക്കുന്നത് നമ്മൾ കാണുന്നു. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരാൾ കൂടെയുണ്ട്. അതാണ് മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാം ആളുകളെ തൗഹീദിലേക്ക് കൂടെ പിടിച്ചു നടത്തിയ ആളാണ്. ഫറോവയുടെ വിഗ്രഹാരാധനയിൽ നിന്ന്, സൂര്യപൂജയിൽ നിന്ന്, ഫറോവയുടെ അക്രമത്തിൽ നിന്ന്, അന്യായത്തിൽ നിന്ന്, എല്ലാ വൃത്തികേടുകളിൽ നിന്നും ഫറോവയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേല്യരെ. എന്നിട്ട്
തീഹ് മരുഭൂമിയിൽ തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ അവർ സുഖമായി ജീവിക്കുകയാണ്. മന്ന കിട്ടുന്നുണ്ട്, സെൽവ കിട്ടുന്നുണ്ട്, ആകാശത്ത് നിന്ന് വെയിലിനെ തടുത്താൻ അല്ലാഹു തആല തണൽ നൽകുന്നുണ്ട്, മേഘം വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊരു സുഖകരമായ ജീവിതമാണ് അവർക്ക്. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് നിയമങ്ങൾ, ജീവിത നിയമങ്ങൾക്ക് വേണ്ടി അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് 40 രാവുകൾ, 50 ദിവസം, 30 ദിവസവും ആ കൂട്ടത്തിൽ 10 ദിവസം കൂടെ 40 ലൈല, 40 ദിവസം അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ ക്ഷണിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഏതാനും അനുയായികളുമായി തൂർ സീനാ പർവ്വതത്തിലേക്ക് ചെന്നു. അല്ലാഹുവിനോട് സംസാരിച്ചു. തിരിച്ചു പോരുമ്പോ മൂസാ നബിയുടെ കയ്യിൽ തൗറാത്തിന്റെ ഏടുണ്ട്, 10 കൽപ്പനകളുള്ള തൗറാത്തിന്റെ ഏടുണ്ട്. ആ ഏടുമായി തിരിച്ചു വരുന്ന മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത് എന്താണ് എന്നത് എത്രയോ തവണ നമ്മൾ കേൾക്കുന്നതാണെങ്കിലും ഈ സമയത്ത് നമ്മളത് പരാമർശിക്കേണ്ടി വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഈ ലോകരക്ഷിതാവായ പടച്ചവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന, ഫറോവയെ പൂജിച്ചിരുന്ന, ഫറോവയുടെ ദൈവങ്ങളെ പൂജിച്ചിരുന്ന, പശുക്കളെ ആരാധിച്ചിരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ശുദ്ധ ഏകദൈവ വിശ്വാസികളായി മാറ്റിയെടുത്ത മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തുമായി തിരിച്ചു വരുമ്പോ കാണുന്നത് വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന, പശുക്കളെ പൂജിച്ചിരുന്ന ആ ആളുകൾ ശുദ്ധ ഏകദൈവ വിശ്വാസികളായതിനു ശേഷം ശിർക്കിലേക്ക് തിരിച്ചു നടക്കുന്നത് മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന സാമിരി എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ വിഗ്രഹാരാധന നടത്തുന്നത് വേദനയോടെ, ദേശത്തോടെ, അമർഷത്തോടെ മൂസാ നബി അലൈഹിസ്സലാമിന് കാണേണ്ടി വന്നു. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഹാറൂൻ നബിയുടെ കഴുത്തിൽ പിടിച്ചു. ഇത് നീ എങ്ങനെ സമ്മതിച്ചു എന്നാണ് ചോദിക്കുന്നത്. ആയത്തുകൾ ഓതുന്നില്ല, ചരിത്രം നമ്മൾക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം സാമിരിയോട് പോകാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ഈ വിഗ്രഹത്തെ ചുട്ടുകളഞ്ഞു. അവരുടെ മനസ്സിൽ നിന്ന് വിഗ്രഹാരാധനയുടെ അടയാളങ്ങൾ നീക്കം ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട്. 2 നബിമാർ, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, 2 നബിമാർ ഇവരെ നോക്കാനുണ്ട്, ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 40 കൊല്ലം കഴിഞ്ഞിട്ടില്ല, 400 കൊല്ലം കഴിഞ്ഞിട്ടില്ല, 4000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിഗ്രഹാരാധനയുടെ ഈ ചില്ലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസത്തിന്റെ തണലിലേക്കും സുരക്ഷിതത്വത്തിലേക്കും മാറി വന്ന ഒരു തലമുറ, ആ 2 പ്രവാചകന്മാർ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈമാനുള്ള മുഅ്മിനുകളായ ആളുകൾ ശിർക്കിലേക്ക്, ഏറ്റവും രോമം വെച്ച ശിർക്കിലേക്ക് തലകുത്തി വീഴുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനും ഹാറൂൻ നബി അലൈഹിസ്സലാമിനും നോക്കി നിൽക്കേണ്ടി വന്നു. ഇത് ലോകത്തിന്റെ ചരിത്രമാണ്. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച വാറോലയല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് നടക്കുന്നതിന് പകരം തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് തിരിച്ചു പോകുന്ന ചരിത്രം ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റേതാണ്. ഈ മൂസാ നബി അലൈഹിസ്സലാമിനെയാണ് മുസ്തഫായ റസൂലുള്ളാഹ് സഹാബത്തിന് മാതൃകയായി പറഞ്ഞു കൊടുത്ത വചനം. നമ്മളത് പറയുന്നുണ്ട്. മൂസാ നബി കഴിഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം വന്നു. ഇങ്ങനെ അതിനുശേഷമാണ് റസൂലുള്ളാഹ് വരുന്നത്. റസൂലുള്ളാഹ് വരുമ്പോ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമാണ് കഅബാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹമാണ് കഅബാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നിട്ട് അവയോട് പൂജിക്കുന്നു. 360 ചില്ലുവാനും വിഗ്രഹങ്ങളെ ഈ കഅബക്കകത്തും പുറത്തും സ്ഥാപിച്ചിട്ടുള്ള മുശ്രിക്കുകൾ, അബൂജഹൽ, അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ്, ഇവര് പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് എന്നാണ്. ആ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞ ആളുകളാണ് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചത്. വിഗ്രഹാരാധനയെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ അവലംബിച്ച ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം സ്ഥാപിച്ച ആളുകളാണ് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പിന്മുറക്കാരെന്ന് പറഞ്ഞത്. ആ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. 23 വർഷക്കാലം ഒരു ചെറിയ കാലയളവാവാം, പക്ഷേ ആ 23 വർഷക്കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് എല്ലാ വിഗ്രഹാരാധനയുടെ
അവസാനത്തെ അടയാളങ്ങളും തുടച്ചു മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വചനമുണ്ട്, ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. സത്യം വന്നു കഴിഞ്ഞു, ആ സത്യം തകരേണ്ടത് തന്നെയാണ്, അത് തകർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുസ്തഫായ റസൂലുള്ളാഹിയാണ്. മുസ്തഫായ റസൂലുള്ളാഹിയുടെ കയ്യിൽ വില്ലുണ്ട്, അമ്പുണ്ട്, കുന്തമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിന്റെ നേരെ കുന്തം ചാർത്തിയത്, ആ വിഗ്രഹം മറിഞ്ഞു വീണു. ഇസ്മായിലിന്റെ നേരെ വിഗ്രഹം ചാർത്തിയത്, ആ വിഗ്രഹവും മറിഞ്ഞു വീണു. തന്റെ വെല്ലിപ്പയുടെ, തന്റെ വെല്ലിപ്പമാരുടെ വിഗ്രഹങ്ങൾ നാട്ടിയ ആ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെല്ലാം അവരെ സ്ഥാപിച്ച ആ വിഗ്രഹത്തെ, അവരുടെ വിശ്വാസത്തെ മനസ്സിൽ നിന്ന് പിഴുതുമാറ്റി അവരുടെ മനസ്സിൽ നിന്ന് വിഗ്രഹങ്ങളെ പറിച്ചെറിഞ്ഞ ആ ആളുകളെ സാക്ഷി നിർത്തി അല്ലാഹുവിന്റെ റസൂല് ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചു. ഓരോ വിഗ്രഹങ്ങളായി കഅബക്ക് പുറത്തേക്ക് വന്നു. കഅബയുടെ പുറത്ത് സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ സഹാബത്ത് കൊത്തിമുറുക്കി എല്ലാറ്റിനെയും തച്ചുടച്ചു കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പ്രഖ്യാപനം വന്നു. ആ പ്രഖ്യാപനം എന്താണ്? നമ്മൾക്കറിയാം. മരുമകനെ വിളിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാ തദഉ തിംതാനൻ ഇല്ലാ തമസ്തഹു ലാ തദഉ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അലി, അറേബ്യൻ നാട്ടിൽ ഇനി ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും ഉണ്ടാകരുത്. പ്രവാചക തിരുമേനിയുടെ പ്രഖ്യാപനമാണിത്. അറേബ്യൻ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. ഖബറൻ മുശ്രിഫ, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും ഉണ്ടാകരുത്, ഒരു ജാറവും ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണിത്. അത് സഹാബത്ത് നടപ്പിലാക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഅബാലയം വിഗ്രഹാരാധനയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ശുദ്ധമായി. തിരുമേനി പറഞ്ഞു, ഇനി ഒരു വിഗ്രഹാരാധകനും ഈ കഅബ തവാഫ് ചെയ്യാൻ പോകുന്നില്ല. ഒരു വിഗ്രഹാരാധകനും ഇനി ഈ ഹറമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നില്ല. ഒരു വിഗ്രഹാരാധകനും ഇവിടെ ഇനി ശിർക്ക് വെക്കാൻ പോകുന്നില്ല. പ്രവാചക തിരുമേനി എന്നേക്കുമായി ആ വിഗ്രഹാരാധനയുടെ മുഴുവൻ വാതിലുകളും അതോടുകൂടെ അടച്ചു കളഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി ഓതുന്ന ഒരു ഖുർആൻ ഉണ്ടല്ലോ, ലോകത്തിന് കൊണ്ടുവന്ന ഖുർആൻ. ആ ഖുർആനിൽ പ്രവാചക തിരുമേനിയെ അല്ലാഹു തആല ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒരുപാട് ക്ഷമിക്കേണ്ടി വരും, ഒരുപാട് കാണേണ്ടി വരും, ഒരുപാട് സഹിക്കേണ്ടി വരും. കാരണം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറിയ ചരിത്രമാണ് ഖുർആനിലേത്. മൂസാ നബിയുടെ, ഈസാ നബിയുടെ, ഇബ്രാഹിം നബിയുടേത് മാത്രമല്ല, എല്ലാ നബിമാരുടെയും ചരിത്രം ഇതാണ്. ആ ചരിത്രം ആവർത്തിക്കപ്പെടാൻ പാടില്ല. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു. ആ പറഞ്ഞു വെക്കാൻ പ്രവാചക തിരുമേനി ഉദാഹരണം പറഞ്ഞത് നേരത്തെ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രമാണ്. അതിനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കി പ്രവാചക തിരുമേനിയുടെ ഇസ്ലാമിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത الناس يدخلون في دين الله അഫ്വാജാ. സംഘങ്ങളായി, കൂട്ടങ്ങളായി, ദൗത്യ സംഘങ്ങളായി, നിവേദന സംഘങ്ങളായി നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസരം. ആ സമയത്താണ് ഹുനൈൻ യുദ്ധം ഉണ്ടാകുന്നത്. ആ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു. ആ വിശ്വാസികൾ നബിയുടെ കൂടെ മുസ്ലിങ്ങളായ ആളുകളാണ്, പ്രവാചകന്റെ കൂടെയാണ്. പക്ഷെ അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്താണ്? ഞങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഒരു മരമുണ്ട്, ഷജറത്തു സബഖ് എന്ന് പറയുന്ന ഒരു മരമുണ്ട്. റാത്യാൻവാത്തി എന്നാണ് അതിന്റെ പേര്. ആ മരത്തിൽ വാള് തൂക്കി ആ വാളെടുത്ത് യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയില്ലെന്നും ശത്രുക്കളെ ജയിച്ചടക്കാമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മരം ഇസ്ലാമിൽ ഞങ്ങൾക്ക് തായോ എന്ന് റസൂലുള്ളാഹിയോടാണ് പ്രവാചകന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച, പ്രവാചകന്റെ ദീനിലേക്ക് കടന്നു വന്ന ആളുകൾ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ, സഹോദരങ്ങളെ, ഉണരണം. നമ്മൾ ആലോചിക്കണം, 100 വട്ടം ആലോചിക്കണം.
ആരോട് എന്ത് വിഷയമാണ് ഈ പറയുന്നത്? 23 വർഷക്കാലം ശിർക്കിന്റെ എല്ലാ വൃത്തികേടുകളിലും മുഴുകി ജീവിച്ച ഒരു തലമുറയെ അള്ളാഹുവിന്റെ ദീനിലേക്ക്, നബിമാരുടെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കി ബർക്കത്തെടുക്കാൻ, പൂജിക്കാൻ, വഴിപാട് ചെയ്യാൻ ഞങ്ങൾക്കൊരു മരം വേണമെന്ന് പറഞ്ഞ ആ സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഖ്യാപനമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു തുടിപ്പ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു കണ്ണി, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചൈതന്യമുള്ള ഒരാള് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ പ്രദേശത്ത് മുഴങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് സഹാബത്തിനോട് പറഞ്ഞ വചനമാണ്. ആ വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വചനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഓണങ്കേറാ മൂലകളിലും ആളുകളുള്ള മുഴുവൻ സ്ഥലങ്ങളിലും 100 ആയിരക്കണക്കിന് വട്ടം ആവർത്തിച്ചു പറഞ്ഞത് ആ വാക്കാണ്. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ അല്ലാഹുവിന്റെ റസൂല് ഖുർആനിലെ ചരിത്രം ഓർമ്മപ്പെടുത്തി സഹാബത്തിനോട് പറഞ്ഞതാണിത്. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവരൊരുടുമ്പിന്റെ മാളത്തിൽ കയറി നോക്കിയാൽ ആ ഉടുമ്പിന്റെ മാളത്തിലും നിങ്ങൾ കയറി നോക്കും. റസൂലുള്ളാഹി പറഞ്ഞത് ഇതുപോലെയാണ്. എന്നോട് നിങ്ങൾ ചോദിച്ചതുപോലെയാണ് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞത്, മൂസ ഞങ്ങൾക്ക് ആരാധ്യന്മാരെ തരണേ. അങ്ങ് പശുക്കളെ ആരാധിക്കുന്ന ആളുകളായിരുന്നല്ലോ ഞങ്ങൾ, അതുപോലെ ഞങ്ങൾക്ക് ഈ മതത്തിലും ആരാധ്യന്മാരെ തരണേ എന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് നിങ്ങൾ എന്നോട് റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞത്. അന്ന് വിഗ്രഹാരാധന ആവശ്യപ്പെട്ടതുപോലെയാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ എന്നൊന്നുമല്ല സഹാബത്ത് ചോദിച്ചത്. തിരുമേനിയോട് അവര് തിരിച്ചു ചോദിച്ചത്, അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾ അങ്ങനെ വഴിപഴച്ചു പോകുമെന്നാണോ? തിരുമേനി പറഞ്ഞ വചനം നോക്കുക. ലാ തഖൂമു സ്സാഅ ഹത്താ യുഅബദു ലാത്ത വഉസ്സ. നിങ്ങള് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തുഅബദു ലാത്ത വഉസ്സ. ലാത്തയെയും ഉസ്സയെയും ആരാധിക്കപ്പെടുന്നത് വരെ ഖിയാമം സംഭവിക്കുകയില്ല. തിരുമേനി വീണ്ടും പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ തഅബദു ഖബായിലും മിൻ ഉമ്മത്തി അൽ-ഔസാൻ. എന്റെ ഉമ്മത്തികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ ഖിയാമം സംഭവിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന. എന്റെ ഉമ്മത്തികൾ മുശ്രിക്കുകളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി കൂടിക്കലരുന്നത് വരെ ഖിയാമം സംഭവിക്കുകയില്ല. ഇത് പറഞ്ഞത് ഈ സമയത്താണ്. ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ മരണം തരണേ എന്ന് പറഞ്ഞ സമയത്താണ് തിരുമേനി അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ പിൻപറ്റുമെന്ന് പറഞ്ഞത്. അവിടുന്ന് കാലം വീണ്ടും നീങ്ങി. പ്രവാചക തിരുമേനി ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. സഹാബത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇസ്ലാമികമായ രീതിയിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കെ കുറച്ചാളുകൾ പ്രവാചക തിരുമേനി ബൈഅത്ത് ചെയ്ത മരത്തിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും ആ മരത്തിന്റെ താഴെ നമസ്കരിക്കുന്നുവെന്നും അവിടെ പ്രാർത്ഥിക്കുന്നുവെന്നും വിവരമറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ആ മരത്തിന്റെ അടുത്തേക്ക് ആളുകളെ കൂട്ടിപ്പോകലാണ്. സഹാബത്തിനെ കൂട്ടിപ്പോയി. എന്നിട്ട് ആ മരം മുറിച്ച് ബൈത്തുൽ മാലിലേക്ക് വിറക് കൂട്ടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ പൂർവികർ പഴച്ചുപോയത് അവരുടെ പൂർവികരുടെ പാരമ്പര്യങ്ങളും അവശിഷ്ടങ്ങളും തേടിയലഞ്ഞത് കൊണ്ടാണ്. ഇനി ഇവിടെ ആരെങ്കിലും വന്നാൽ അയാളെ കനത്ത ശിക്ഷയ്ക്ക് നാം വിധേയമാക്കുമെന്നാണ്. പ്രവാചകനും അനുയായികളും ബൈഅത്ത് ചെയ്ത മരത്തിന്റെ താഴെയിരുന്നാൽ അവിടെ പ്രാർത്ഥിച്ചാൽ അത് പുണ്യമുണ്ടെന്ന് വിചാരിക്കുന്നത് കാഫിറുകളല്ല, മുസ്ലിങ്ങളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മരം മുറിച്ചു കളഞ്ഞു. ദൂരി സീനാ പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് കിട്ടിയ മലയാണത്. ആ മലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളെ ഉമറിന്റെ മകൻ അബ്ദുള്ള തടഞ്ഞു നിർത്തി ചോദിച്ചത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? വെറുതെ ഒരു സന്ദർശനം. അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാത്ത്. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ തീർത്ഥയാത്ര നടത്താൻ പാടില്ല. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞ റസൂലുള്ളാഹിയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു, തിരിച്ചു പോകണം. അവർ തിരിച്ചുപോയി. ഇങ്ങനെ ഓരോ സമയങ്ങളിലും ശിർക്കിലേക്ക് തിരിച്ചു പോകുന്ന അതിനുള്ള സൂചനകൾ കാണുമ്പോ
പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും അതുപോലെ പ്രവാചകന്റെ കാലശേഷമുള്ള പരിഷ്കർത്താക്കളും ഈ പരിപാടി തുറന്നുകൊണ്ടേയിരുന്നു. അവരെ തൗഹീദിലേക്ക് വിളിക്കാൻ നമ്മൾ ഒരുപാട് കേട്ടല്ലോ. അലവി തങ്ങളെ കുറിച്ച്, മമ്പ്രം തങ്ങളെ കുറിച്ച്, ആ തങ്ങളുടെ ജീവിത രീതിയെ കുറിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്ന, പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, ജാറമുള്ള പള്ളിയിൽ നിന്ന് മാറി നമസ്കരിച്ച ഉമർ ഖാദിയെ പോലെയുള്ളവരുടെ ചരിത്രം നമ്മൾ കേട്ടല്ലോ. ചരിത്രം ഇതാണ്. അവർ ജീവിച്ച ആദർശം ഏതാണോ ആ ആദർശത്തിനെതിരായി അവിടെ വിഗ്രഹമുണ്ടാക്കി, അവിടെ ജാറമുണ്ടാക്കി, അത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കോടികൾ സമ്പാദിക്കുന്ന പൗരോഹിത്യം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് കെട്ടുകൾ ഉണ്ടാവാം, അതിന് ചിഹ്നങ്ങൾ ഉണ്ടാവാം, അതിനടയാളങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ചരിത്രമല്ല, ഖുർആൻ പറഞ്ഞ ഈ ചരിത്രം വെച്ച് ഇതിന് എതിരെ പടയണി നയിച്ച നേതാക്കന്മാരാണ് നേരത്തെ കടന്നുപോയത്. പക്ഷേ ആ നേതാക്കന്മാരുടെ മേലെ ഒരു സംഘമുണ്ടായി. ആ സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം, മുസ്ലിം കേരളത്തിന്റെ ചരിത്രം ഈ കാണുന്നതാകുമായിരുന്നില്ല. ഇന്ന് ഒരുപാട് പല സംസ്ഥാനങ്ങളിലും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ പോയി വരുന്ന നമ്മുടെ നേതാക്കന്മാരോട്, നമ്മുടെ പണ്ഡിതന്മാരോട് വേണ്ട, നിങ്ങൾ ആരോടും ചോദിക്കണ്ട. നമ്മുടെ മുമ്പിൽ ഓരോ ഗ്രാമങ്ങളും നമ്മുടെ മുമ്പിൽ സൗകര്യങ്ങളോടെ തുറന്നു തരുന്നുണ്ട്. സോഷ്യൽ മീഡിയകൾ, ഓരോ ഗ്രാമങ്ങളിലെ അവസ്ഥ, ഓരോ നാടിന്റെ അവസ്ഥ. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ വേറെയാണ്. ഇവിടെ മുടികെട്ടിക്കിടന്നിരുന്ന, മുടികെട്ടിയാടിയിരുന്ന ശിർക്കിന്റെ കോമരങ്ങളെ തളച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. വേറെ ഒരു പ്രസ്ഥാനത്തിന് നവോത്ഥാനം എന്ന പേര് പറയാൻ കേരളക്കരയിൽ വേറെ ഒരു പ്രസ്ഥാനത്തിനാവില്ല. എത്ര ചരിത്രം വളർച്ചൊടിച്ചാലും, എന്തെല്ലാം നവോത്ഥാനത്തിന്റെ പേരിൽ പുസ്തകമിറക്കിയാലും മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ കേരളത്തിന്റെ മുമ്പിൽ നടന്ന മറ്റൊരു മുസ്ലിം പ്രസ്ഥാനം കേരളക്കരയിലില്ല. കാരണം ഇതൊരു പ്രസ്ഥാനമായിരുന്നു. ഒറ്റപ്പെട്ട ആളുകളല്ല, ഒരു സംഘമാണ്. ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം വീടുകളിൽ നിന്ന് ശിർക്കിന്റെ അടയാളങ്ങൾ തേച്ചുമാച്ചു കളഞ്ഞത്. അടിച്ചൊടച്ചിട്ടല്ല, വിഗ്രഹാലയങ്ങൾ കയറി തച്ചുമറിച്ചിട്ടല്ല, മനസ്സിൽ നിന്ന് വിഗ്രഹങ്ങളെ തൂത്തെറിഞ്ഞു. ശിർക്കിനെതിരെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി, ശിർക്കിനെതിരെ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ ഓതി, അവരുടെ ഇരുണ്ട് കിടക്കുന്ന മനസ്സുകളിൽ, വൃത്തികേടായി കിടക്കുന്ന ശിർക്ക് തളം കെട്ടി കിടക്കുന്ന മനസ്സുകളിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചം തൂകിച്ചെല്ലുന്ന ആ അവസരത്തിൽ ശിർക്ക് നിർമാർജനം ചെയ്യപ്പെട്ടു. അതിനൊരേ ഒരു കാരണം മുജാഹിദ് പ്രസ്ഥാനമാണ്. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ വീടുകളിലും കയറി ചെന്ന് ചോദിക്കണമെന്നുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, പടച്ചവൻ പോരെ തന്റെ അടിമക്ക് എന്ന്. അത് മുജാഹിദുകൾ പരമാവധി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. തൗഹീദിന്റെ ഈ തില്ലത്തിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകളെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഈ തറവാട്ടിൽ നിന്ന് ശിർക്കിലേക്ക് തിരിച്ചു പോകുന്ന ലാഞ്ചനകൾ കാണുന്നുണ്ടോ എന്ന സൂചന വന്നപ്പോൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ സടകുടഞ്ഞെഴുന്നേൽക്കുകയും ധീരധീരം അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തതിന്റെ ഫലം നമ്മൾ ജീവിച്ചിരിക്കെ നേർക്കുനേരെ കണ്ടവരാണ് നമ്മൾ. അവർക്ക് വേണ്ടി സ്റ്റേജ് ഒരുക്കി കൊടുത്ത ആളുകൾ, അവർക്ക് വേണ്ടി പ്രസീഡിയം അലങ്കരിച്ചു കൊടുത്ത ആളുകൾ, അവര് തിരിഞ്ഞു നടന്നു. അബദ്ധം വന്നിട്ടുണ്ട്, നമ്മളിൽ ശിർക്ക് വരാൻ പോകുന്നു, അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കരുത്. തിരിച്ചു വന്നു, തിരിഞ്ഞു നടന്നു. മാത്രമല്ല, ഇത്തരം വിശ്വാസ വൈകല്യങ്ങളിലേക്ക് പോകുന്നതിനെതിരെ അവർ നമ്മളോട് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സംഘമെങ്ങാനും തകർന്നു പോയാൽ, തൗഹീദിന്റെ ഈ വെളിച്ചമെങ്ങാനും ആരാലെങ്കിലും ഊതിക്കെടുത്തപ്പെട്ടാൽ, വെളിച്ചമില്ലാത്ത തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് മൂക്കുകുത്തി പോകുന്ന ഒരു തലമുറയെ നമ്മൾ കാണേണ്ടി വരും. എല്ലാവരെയും ഭയപ്പെടുന്ന, എല്ലാ ജിന്നി പിശാചുക്കളെയും പേടിക്കുന്ന, എല്ലാ കോമരങ്ങളെയും ഭയപ്പെടുന്ന, എല്ലാ അടയാളങ്ങളെയും ഭയപ്പെടുന്ന, എല്ലാ ജീവജാലങ്ങളെയും ഭയപ്പെടുന്ന, എല്ലാ കണ്ണുകളെയും പേടിക്കുന്ന, എല്ലാ നാവുകളെയും പേടിക്കുന്ന, ഓരോ ശബ്ദങ്ങളെയും പേടിക്കുന്ന ഒരു തലമുറ
ഇവിടെ വളർന്നു വരും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാണിച്ച ആ ചങ്കൂറ്റത്തിൽ നിന്ന് ഏതവസരത്തിൽ നമ്മൾ പിന്മാറുന്നുണ്ടോ ആ സമയത്ത് ഈ ഭയപ്പെടുത്തൽ വീണ്ടും തിരിച്ചു വരും. ഇനി തിരിച്ചു നടക്കാൻ അനുവദിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം നമ്മൾക്ക് ഗുണപാഠമാണ്. നബി തിരുമേനിയോട് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹു ചോദിക്കുന്നത് പോലെ, റസൂലുള്ളാഹിയോട് പറയുന്നത് പോലെ ഖുർആൻ ഓതുന്ന കാര്യങ്ങളുണ്ടല്ലോ, പ്രവാചകന് വല്ലാത്ത സങ്കടമുണ്ടായി. പ്രവാചകന് ആളുകൾ വിശ്വസിക്കുന്നില്ലല്ലോ, ആളുകൾ വിശ്വസിക്കുന്നില്ലല്ലോ, സങ്കടമുണ്ടായി, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി, മാനസികമായ ആഘാതത്തിലായി റസൂലുള്ളാഹ്. പക്ഷേ അള്ളാഹു ഓർമ്മപ്പെടുത്തി, പ്രവാചകനെ ഉപദേശിക്കുന്നത് പോലെ, പ്രവാചകനോട് പറയുന്നത് പോലെയാണ് ഖുർആനിലെ മുഴുവൻ ചരിത്രങ്ങളും ഉള്ളത്. പ്രവാചകരെ, അങ്ങയുടെ എല്ലാ മക്കളും മരണപ്പെട്ടു പോയോ? അങ്ങയെ തീയിലെറിഞ്ഞോ? അങ്ങയുടെ മകൻ നശിച്ചു പോയോ? അങ്ങയെ ജയിലിലടച്ചോ? അങ്ങക്ക് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഖുർആനിലെ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം. ഇതൊക്കെ ഓതിക്കൊടുക്കുന്ന റസൂലുള്ളാഹിക്ക് ഒരു കാര്യം ബോധ്യമായിരുന്നു, അത്രയൊന്നും താൻ സഹിച്ചിട്ടില്ല, അത്രയൊന്നും താൻ സഹിക്കുന്നുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ധൃതി കൂട്ടരുത്, എല്ലാം മാറി വരും. ശാന്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിളിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുക. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ശാന്തിയുടെ നികേതനത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത്. ആ വിളിയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക്, അതിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഒരുപാട് കാലം ഒരു നൂറ്റാണ്ടോളം കാലമായി നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യതിയാനം വരാം, ആർക്കും വരാം. ആ വ്യതിയാനത്തെ നമ്മൾ കരുതിയിരിക്കണം. ശിർക്കിലേക്ക് തിരിച്ചു പോകുന്നതിനെ നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമാണ് സ്വർഗത്തിൽ നിന്ന് പാപം ചെയ്ത് നിഷ്കാസിതനായത്. നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്, അതുപോലെ പിശാച് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ്. ഏതവസരത്തിലും അവനും അവന്റെ സൈന്യവും നമ്മളെ പഴപ്പിക്കാനുണ്ട്. തൗഹീദിന്റെ വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട്. അതിനു മാത്രം മഹത്തരമായ വേറെ ഒരു പ്രകാശമില്ല. ആ പ്രകാശം നമ്മുടെ കയ്യിലാണ്. അത് പ്രസരിപ്പിക്കുന്നത് നമ്മളാണ്. അതിന്റെ പ്രചാരകന്മാരും പ്രബോധകന്മാരും നമ്മളാണ്. അത് കൈമോശം വരാൻ അനുവദിക്കരുത്. അത് പറയാൻ നമ്മളേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്ര സെമിനാറും ഈ ചരിത്രത്തിന് വേണ്ടി നീക്കിവെച്ച ദിവസം പോലും നമ്മുടെ ചരിത്ര നായകന്മാർ എന്താണ് സമൂഹത്തിൽ കാണിച്ചത് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താനായിരുന്നു. അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ തിരിഞ്ഞു നടക്കാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ അതിന് കാവലാളാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരു ദുരന്തം മൂസാ നബിയുടെ ജനതയെപ്പോലെ, ഇബ്രാഹിം നബിയുടെ ജനതയെപ്പോലെ ഒരു ദുരന്തം ഈ ജനതയിലും ഉണ്ടാവാം. അത് വരാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാവുക. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം. ഖുർആനിന്റെ ചരിത്രം ഇതാണ്. ആ ചരിത്രമാണ് നിങ്ങളെ ഈ സൂചിപ്പിച്ചത്. അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയാം, ഇത് പറയാൻ, ഇത് കേൾപ്പിക്കാൻ, ഇത് പ്രബോധനം ചെയ്യാൻ നമ്മളല്ലാതെ ആരുമില്ല എന്ന് വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ തന്നെ മനസ്സിലാക്കുകയും, ഇത് പറയാൻ വേറെ ആരുമില്ലാത്ത കാലത്തോളം നമ്മൾ ഈ കാര്യം ധൈര്യമായി സുധീരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സംഭവകാലങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ഇതിനു വേണ്ടി പണിയെടുത്ത ഒരുപാട് നായകന്മാർ, നേതാക്കന്മാർ, നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ ഓരോ നാടുകളിലും, തിരൂരങ്ങാടി പോലെ ഓരോ നാടുകളിലും ഇതുപോലെ നേതാക്കന്മാരുണ്ട്. അവരെ കുറിച്ചൊക്കെ ആ നാടുകളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവര് നെയ്തെടുത്ത, അവര് കടഞ്ഞെടുത്ത തൗഹീദിന്റെ മാർഗവും അവര് മുന്നോട്ട് കൊണ്ടുപോയ നവോത്ഥാനത്തിന്റെ പാതയുമെല്ലാം ആളുകൾക്ക് നമ്മൾ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിയർപ്പിന്റെ, അവരുടെ അധ്വാനത്തിന്റെ ഫലം ആശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. തീർച്ചയായും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, പരലോകമോക്ഷത്തിനു വേണ്ടി മാത്രം ഓരോ നാഴികകളും നടന്നുപോയ, ഓരോ നിമിഷങ്ങൾ പോലും അത്യധ്വാനം ചെയ്ത ആ പൂർവികരായ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക്, നവോത്ഥാന നായകന്മാർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും പടച്ചവനെ പേടിക്കുവാനും തൗഹീദിന്റെ മാർഗത്തിൽ തന്നെയും മരണം വരെ അടിയുറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖ്
അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി